സ്ഥലത്തിരുന്നാൽ നമ്മുടെ ആവശ്യമില്ലാന്ന് നമുക്ക് ഫീൽ ചെയ്ത് അവിടെ ആരും ഇരിക്കരുത്, ഒരാളും ഇരിക്കരുത്. ആരും അടിമകളല്ലല്ലോ. മിണ്ടാതൊരു മൂലയിൽ കൂടിയിരിക്കേണ്ട ആൾക്കാരല്ല നമ്മളാരും. ഞാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടാനോ എങ്കിൽ എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു നേരത്തെ, എന്തെല്ലാം കാര്യങ്ങൾ. അതൊന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അങ്ങനെ ഒന്നുമല്ല. പ്രതിപക്ഷ നേതാവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിസ്മയമുണ്ടാകുമെന്ന് പറഞ്ഞ് മണിക്കൂറുകളായില്ല അതിനുള്ളിൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. വിസ്മയത്തിന്റെ തുടക്കമാണോ ഇത്? എന്താന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ എന്താണേലും ഇപ്പൊ കുറച്ചു ദിവസം കുറെ നാളുകൾ കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒരു ഓഫീസിൽ ചുരുങ്ങി കൂടരുത്, പൊതുസമൂഹത്തോടൊപ്പം ഇത്രയും കാലം ഇരുന്നിട്ട് ഒരു ഓഫീസിലേക്ക് ചുരുങ്ങാൻ പാടില്ല, പൊതുസമൂഹത്തിനോടൊപ്പം പ്രവർത്തിക്കണം. അപ്പൊ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തോന്നി, അതുകൊണ്ടുമാണ്. എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് എത്താനുള്ള തീരുമാനമെടുത്തത്? ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാം. എല്ലാവരും എന്നും പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം വരണം. അങ്ങനെ ഒരു പ്രോസസ് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്നെ അങ്ങനെ ആക്കി. ഈ ചർച്ച ആ തീരുമാനം കടുത്ത തീരുമാനമായിരുന്നോ? ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് എടുത്തപ്പോൾ അറിയോ, നമ്മൾ ഒരു സ്ഥലത്തിരുന്നാൽ നമ്മുടെ ആവശ്യമില്ലാന്ന് നമുക്ക് ഫീൽ ചെയ്ത് അവിടെ ആരും ഇരിക്കരുത്, ഒരാളും ഇരിക്കരുത്. ആരും അടിമകളല്ലല്ലോ. മിണ്ടാതൊരു മൂലയിൽ കൂടിയിരിക്കേണ്ട ആൾക്കാരല്ല നമ്മളാരും. നിങ്ങളോടെല്ലാം ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോഴും ഈ പറയുന്ന കേട്ട് അടിച്ചമർത്തി ഇരിക്കുകയേ പാടില്ല. സ്വതന്ത്രമായിട്ട് പറയാനും ഇടപെടാനും ഉള്ള അവസരം ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ വേണ്ടാത്ത ഒരു സ്ഥലത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. കൊട്ടാരക്കരയിൽ 2006 വലിയൊരു അട്ടിമറിയിലൂടെയാണ് വന്നത്. ബാലകൃഷ്ണയുടെ അട്ടിമറിച്ചാണ് വന്നത്. ജനങ്ങൾ തന്നതാണ്, ജനങ്ങളെ അട്ടിമറിച്ച് ഞാനൊരു നിമിത്തായെന്നേ ഉള്ളൂ. ഞാനൊരാളായി, ജനങ്ങളല്ലേ അത് ചെയ്യുന്നത്, അവരാ തീരുമാനിക്കുന്ന ആരെന്ത് ചെയ്യണമെന്ന്. അവരുടെ തീരുമാനമാണ്. മനുഷ്യരാണ് വലുത്, ജനങ്ങളാണ് വലുത്. ഒരു ഘട്ടത്തിൽ മന്ത്രി കെ എൻ ബാലകുമാരുമായുള്ള ചർച്ച, സംഘടനയ്ക്കുള്ളിലെ ഭിന്നതകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അന്നൊന്നും ഐഷ പോറ്റി മൗനം പാലിച്ചിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അവരോട് കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമില്ല, കാരണം ഞാൻ അത്രയും സ്നേഹിച്ചവരാണ് എല്ലാവരും. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ആ സമയം മാറിയേക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഈ വേദിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ കേട്ടില്ല, ഞാനതൊന്നും കേട്ടില്ല. അതല്ല എല്ലാവരും അല്ലേ, ഞാനൊന്നും അല്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടാനോ എങ്കിൽ എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു നേരത്തെ, എന്തെല്ലാം കാര്യങ്ങൾ. അതൊന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അങ്ങനെ ഒന്നുമല്ല. അവസരം തന്നാൽ മത്സരിക്കും, അത് പറയാൻ അറിഞ്ഞൂടാ എനിക്ക്. അവസരം വരുന്ന കാലത്തല്ലേ അത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലല്ല, ഇപ്പൊ ഇല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് നേരിട്ട് ചർച്ച നടത്തിയെന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. അത് ഉണ്ടായിരുന്നു, എല്ലാവരും ഫോണിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ഐഷ പോറ്റി ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവസരം നിന്നാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടിയില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വിസ്മയത്തിന്റെ തുടക്കം ഇതുതന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.